ഇത് തിരൂരാണ്. തിരൂരുള്ള ഒരു പ്രഭാതമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും മാണൂരുള്ള ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ ചരട് കെട്ടിന് വന്നതാണ്. അപ്പോഴാണ് ഇവിടെ അടുത്താണ് തിരുനാവായ എന്നറിഞ്ഞത്. എങ്കിൽ പിന്നെ തിരുനാവായയിലൊന്ന് പോയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. നമ്മൾ തിരുനാവായയിൽ പോകാനായിട്ട് ഓവർ ബ്രിഡ്ജ് കയറി അങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം ഒരു പാസഞ്ചർ കയറിയ തിരുനാവായ സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് അറിഞ്ഞു. അങ്ങനെ തിരുനാവായയിലേക്ക് പോകാനായിട്ട് സ്റ്റേഷൻ കയറിയാണ്. നല്ല സൂര്യ അതായത് പ്രഭാതം നമുക്കവിടെ കാണാൻ കഴിയും. നമ്മളോരോ പടികളൊക്കെ ഇറങ്ങി ഫാമിലിയോടുകൂടി നമുക്ക് തിരുനാവായയിലോട്ട് ഒന്ന് പോകാം. വലിയ ഇതൊന്നുമില്ല. തിരുനാവായയിൽ അകത്തെ ക്ഷേത്രങ്ങളുടെ അകത്തൊന്നും എടുക്കാൻ പറ്റില്ലെന്നറിയാം. എങ്കിലും മെയിൻ ഒരു റോഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാതെ ഈ ചെറിയ വഴിയിൽ കുറെ ആൾക്കാർ പോകുന്നത് കണ്ടുകൊണ്ട് ആ വഴി പിറകെ വെച്ച് വിട്ടു. അതൊരു ചെറിയ ഇടുങ്ങിയ വഴിയായിരുന്നു. മെയിൻ വഴി പോയാൽ എളുപ്പം പോയായിരുന്നു. പക്ഷെ ഇതുവഴിയാണ് നമ്മൾ പിന്നെ എല്ലാവരെയും പോലെ പിറകിലേ പോയി. പക്ഷെ ശരിക്കുള്ള വഴി അപ്പുറത്തായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന തിരുനാവായ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മധ്യ കേരളത്തിലെ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ വടക്കേക്കരയിൽ നാരായണ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തില് കുളമോ കിണറോ ഒന്നുമില്ല. നദിയിൽ നിന്നുള്ള വെള്ളമാണ് എല്ലാ ആചാരങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ നദീതീരത്തെ കാശിയെ പോലെ പവിത്രമായിട്ട് കണക്കുന്നു. ഈ പാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ തിരുനാവായ ക്ഷേത്രം എന്നുള്ളൊരു ബോർഡ് കാണും. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ക്ഷേത്രം കാണും. അതിൻ്റെ അടുത്ത് പെട്ടെന്ന് ഇതേ ഉമ്മാന്റെ വടക്കിനി. എന്തിനാണ് ഈ വടക്കിനി എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് ഉമ്മാന്റെ അടുക്കള എന്ന് പറയുന്നതിനാണ് തിരുനാവായ ക്ഷേത്രം വന്നു കഴിഞ്ഞു. ഇവിടെ നമ്മള് അവിടുന്ന് മുണ്ട് ഉടുത്തുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ. AD 8-ാം നൂറ്റാണ്ട് മുതൽ 12 വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്ന മാമാങ്കങ്ങളുടെ വേദിയായിരുന്നു ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം ടിപ്പു സുൽത്താന്റെ കാലത്തും 1921 മാപ്പിള ലഹള സമയത്തും ആക്രമിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ ക്ഷേത്ര കെട്ടിടം കേരള ക്ഷേത്ര വാസ്തു വിദ്യാശൈലിയാണ്. രാവിലെ 5 മുതൽ 10 വരെയും വൈകുന്നേരം 4 മുതൽ 7 വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. നെയ്വിളക്ക്, താമരമാല, പാൽപ്പായസം, മലർപ്പറ, പിന്നെ തളി ചാർത്തൽ എന്നിവയാണ് പ്രധാന മതപരമായ ആചാരങ്ങൾ. ചരിത്ര ശേഷിപ്പുകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ കാല് കുത്താൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു.